സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 4n² + 3n ആയാൽ പൊതുവ്യത്യാസം കാണുക. നമുക്കൊരു സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ n പദങ്ങളുടെ തുകയാണ്. സം ഓഫ് ഫസ്റ്റ് n ടേംസ് 4n² + 3n. നമുക്ക് കോമൺ ഡിഫറൻസ് കാണണം. അപ്പോൾ ഈ കണക്ക് ആദ്യം നമുക്ക് ശരിയായ രീതിയിൽ കാണാം. നമുക്ക് തന്നത് ആദ്യത്തെ n പദങ്ങളുടെ തുക, അതായത് Sn, സം ഓഫ് ഫസ്റ്റ് n ടേംസ് എത്രയാണ്? 4n² + 3n. ഇത് എസ് എന്ന് പറഞ്ഞാൽ സം അഥവാ തുക, ടി എന്ന് പറയുന്നത് ടേം അഥവാ പദം. നമുക്കിതിൽ വില കൊടുക്കുക S1. അതായത് Sn പറഞ്ഞാൽ എന്താ? n പദങ്ങളുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക. അപ്പോൾ S1 എന്ന് പറഞ്ഞാലോ ഒരു പദത്തിൻ്റെ തുക. ഒരു പദത്തിൻ്റെ തുക പറഞ്ഞ എന്താ അർത്ഥം? ആദ്യത്തെ പദമാണത്. ഒരു പദത്തിൻ്റെ തുക കാണാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? T1 ആണ്. അപ്പോൾ ഇതിൽ n-ന് 1 വില കൊടുക്കുക. 4 × 1² + 3 × 1. 1² 1 ഒരു 4 4 പ്ലസ് ഒരു 3 3 4 3 കൂട്ടി 7. നമുക്ക് ഒന്നാം പദം കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? n-ന് 1 വില കൊടുത്തു. അടുത്തായിട്ട് n-ന് 2 S2 കാണാൻ പോവുക നമ്മൾ. S2 പറഞ്ഞതാ ആദ്യത്തെ 2 പദങ്ങളുടെ തുക, അതായത് T1 + T2. നമുക്കിവിടെ n-ന് 2 വില കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 4 × 2² + 3 × 2. 2² 4 4 16 പ്ലസ് 3 2 6 16 6 22. നമുക്ക് ആദ്യം T1 മാത്രം കിട്ടി. ഇപ്പോൾ T1ഉം T2ഉം കൂടി കൂട്ടിയത് കിട്ടി. അതിനർത്ഥം 22 7 കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? T2 കിട്ടും. കാരണം ഇത് T1 ആണ്. ഈ കിട്ടിയത് T1ഉം T2ഉം കൂടി കൂട്ടിയ തുകയാണ്. അപ്പോൾ T2 കാണാൻ 22 7 കുറച്ചാൽ മതി. T2 കാണാൻ S2 S1 കുറയ്ക്കുക. 22 7 കുറച്ച് 15. ഇപ്പം നമുക്ക് T1 അറിയാം 7, T2 അറിയാം 15. നമ്മുടെ ചോദ്യം എന്താ? പൊതുവ്യത്യാസം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കാണാൻ T2 - T1 രണ്ടാം പദത്തിന് ആദ്യ പദം കുറയ്ക്കണം. അപ്പോൾ 15 7 കുറച്ച 8. ഇതാണ് ഈ കണക്ക് ചെയ്യാനുള്ള ശരിയായ രീതി. നമുക്ക് ഇങ്ങനൊരു കണക്ക് വന്നാൽ എളുപ്പത്തിൽ കണക്ക് ചെയ്യാം. അതായത് നമ്മൾ എളുപ്പ വഴി, ഈസി മെത്തേഡ്, n² ഗുണോത്തരത്തിൻ്റെ ഇരട്ടി എടുത്താൽ മതി. n² കോഎഫിഷ്യൻ്റ് ഇരട്ടി. ഇവിടെ n² ഗുണോത്തരം എത്രയും 4. n² കോഎഫിഷ്യൻ്റ് 4 ആണ്. അതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ എന്ത് വരും? 4 ഇരട്ടി 8. നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയത്? 8 ആണ്. അപ്പോൾ ഇതാണ് എളുപ്പ വഴി. ഇതാണ്.